ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ളതാണ്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഈ 2021 മുതൽ 25 വരെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 13 പരീക്ഷകളാണ് ആര് നടത്തിയത്? നമ്മുടെ PSC നടത്തിയിട്ടുള്ളത്. ഈ 13 പരീക്ഷകളിലും കൂടി നമുക്ക് ഏകദേശം PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷൻ ടോട്ടൽ ആയിട്ട് നമുക്ക് ഹിസ്റ്ററി എന്ന പോർഷനിൽ നിന്ന് 10 മാർക്കിനാണ് എന്ത് വരുന്നത്? നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഉണ്ട്, അതേപോലെ അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഉണ്ട്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഉണ്ട്, നാഷണൽ മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ ലിറ്റററി സോഴ്സ് ഉണ്ട്, യുണൈറ്റഡ് കേരള മൂവ്മെന്റും, പൊളിറ്റിക്കൽ ഹിസ്റ്ററി കേരള ആഫ്റ്റർ 1956. ഇത്രയുമാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സിലബസ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചാൽ നമുക്ക് 3:4 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 എങ്കിലും നമുക്കൊരു ആവറേജ് പറയാവുന്നത് 3 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും, ഏറ്റവും മിനിമം 3 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അത് ചിലപ്പോൾ എന്തിലേക്കും പോകാം? 4ലേക്കും പോകാം. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യന്റെ നോക്കാം. നമുക്കൊന്ന് കണ്ടോ, ഇതാണ് ഈ 72/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണ് എന്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്? കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 എണ്ണവും അറൈവൽ ഓഫ് യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, ഇതിൽ 4 എണ്ണം ചോദിച്ചു. അതേപോലെ തന്നെ ഇവിടെ ഈ 56/2025 എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 2 എണ്ണം ഓക്കെ ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിലാണെങ്കിലോ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ, 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. 47/24 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 38/24. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഇതാണ് നമ്മുടെ 13 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിൽ തന്നെ നോക്കിക്കേ, ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്നാണ് 8 ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് ഏകദേശം ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 43ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ ഈ ഒരു സെറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എത്രയാണ്? 37ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന്, അല്ല 43 ക്വസ്റ്റ്യനില് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബാക്കി കുറച്ചെന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ റീഫോം ഉൾപ്പെടെ ഏകദേശം നമുക്ക് എത്രയാണ് കണ്ടോ? ആഫ്റ്റർ 1956 അത് 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ മൂവ്മെന്റിൽ നിന്ന് 7 മാർക്ക് ഉണ്ട്. സോഷ്യൽ റീഫോമിൽ നിന്ന് 8 മാർക്ക്. കുറവ് ചോദിച്ചിരിക്കുന്നത് ഈ 2 യൂണിറ്റുകളിൽ നിന്നാണ്, ലിറ്റററി സോഴ്സിൽ നിന്നും അതേപോലെ യുണൈറ്റഡ് കേരള. ഇത് എക്സാക്ട് അല്ല, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ്. 43 ക്വസ്റ്റ്യനിൽ കുറെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യാത്ത ഏകദേശം ഒരു 37ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. നോക്കിക്കേ, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 72/25 അതിന്റെ, അതായത് നമ്മുടെ ലാസ്റ്റ് നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 1498 എന്ത് നടക്കുന്നത്? മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ടെത്തി. ശരിയല്ലേ? നമുക്കറിയാം 1498 മെയ് മാസത്തിലാണ് ആര് വരുന്നത്? വാസ്കോഡ ഗാമ. ഏത് ദിവസം? മെയ് 20. നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ? നമുക്ക് എവിടെയാണത് വരുന്നത്? കോഴിക്കോട്, കാപ്പാട്, ചേമഞ്ചേരി. ആ ഒരു പേരൊന്ന് പഠിച്ചു വെക്കണേ, ചേമഞ്ചേരി. അത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേമഞ്ചേരി, കോഴിക്കോട്, കാപ്പാട്, ചേമഞ്ചേരി. 1500 പെട്രോ അൽവാരസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 2ാം പോർച്ചുഗീസ് സംഘം കേരളത്തിലെത്തി. അപ്പൊ എന്താ? ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം നമുക്ക് അതായത് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഡിലീഷൻ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. കണ്ട, ഒന്ന് ശരിയാണ്. അപ്പൊ എന്താണ്? ഇത് രണ്ടും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ 3 ഓപ്ഷൻ ആയിട്ട് വരാം. ഇനി 1502 വാസ്കോഡ ഗാമ 2ാം തവണ കേരളത്തിലേക്ക് എത്തി. അതും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ബേസിക് ആയിട്ട് വാസ്കോഡ ഗാമയെ പഠിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്യാം. ഒന്നുകിൽ 1ഉം 3ഉം ശരി, അല്ലെങ്കിൽ എല്ലാം ശരിയായിരിക്കണം. പോർച്ചുഗീസുകാർ കേരളം വിടുന്നവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയായുള്ള സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അതും ശരിയാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റും ഇവിടെ എന്താണ്? ശരിയാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരി എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്? പറങ്കികൾ, പറങ്കി, ലന്തക്കാർ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പറങ്കികൾ ആരാണ്? പറങ്കികൾ എന്ന് പറഞ്ഞാൽ അവരാണ് പോർച്ചുഗീസുകാരെ പറയുന്ന പേരാണ് എന്ത്? പറങ്കികൾ എന്ന്, അല്ലെ? 1498 മെയ് 20 വാസ്കോഡ ഗാമ വരുന്നത്. ഇനി നമുക്ക് ചോദിക്കാറുണ്ട്, ഈ വാസ്കോഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വരുന്നത് 1498. അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് എന്താണ്? 1499 എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം തിരിച്ച് ലിസ്ബണിലേക്ക് പോകുവാണ്. ലിസ്ബണിലേക്ക് പോകുന്നു. ഇനി എന്താണ്? 1502 വാസ്കോഡ ഗാമയുടെ 2ാം വിസിറ്റ് ആണ്, അല്ലെ? കേരളത്തിലേക്ക് വരുന്ന 2ാം വിസിറ്റ് ആണ്.
കേരളത്തിലേക്ക് എന്നല്ല മൊത്തത്തിൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നത് 2ാം വിസിറ്റ്. നമുക്കറിയാം കേരളത്തിൽ തന്നെയാണ് അത് വന്നിരുന്നത്. ഇനി എന്താണ് 1524 അദ്ദേഹം 3ാം തവണ വരുന്നു. 3rd വിസിറ്റ് ആണ്. അദ്ദേഹം ആ സമയത്തല്ല വൈസ്രോയി ആയിട്ട് വരുന്നത്. ഇനി എന്താണ് 1524 തന്നെ ഡിസംബർ 24 നമ്മുടെ എന്താണ് 24 കണക്ട് ചെയ്ത് പഠിക്കുക. ഏത് വർഷം? 24 ഡിസംബർ 24 നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബോഡി 1539 എന്ത് ചെയ്യുന്നത്? ഭൗതിക ശരീരം തിരിച്ച് അങ്ങ് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയുമാണ് നമുക്ക് വാസ്കോ ഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി ആരാണ്? അൽമേഡ, അൽബുക്കർക്ക് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആരാണ് അൽമേഡ? ചോദിക്കാറുണ്ട്. ആദ്യത്തെ പോർച്ചുഗൽ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? വൈസ്രോയി ആണ് അൽമേഡ. അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. 2ാമത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? 2ാമത്തെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് അല്ലെ? അമ്മയുടെ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ബുക്ക് വായിക്കാൻ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ആദ്യം ഇപ്പൊ എന്താണ് വേണ്ടത്? മേഡയാണ് വേണ്ടത് അല്ലെ? അൽമേഡയായിരുന്നു ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത്. 2ാമത്തെ വൈസ്രോയി ആണ് ആര്? ഈ പറയുന്ന അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പറയുന്ന അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നമ്മൾ പഠിക്കുന്നത്? നീലജല നയം. ആരാണ് നടപ്പിലാക്കിയെന്ന് ചോദിക്കാറുണ്ട്. ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം ആരാണ്? അൽമേഡയാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അൽമേഡ. നീലജല നയം ആരാണ്? അൽമേഡയാണ്. അതായത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു നാവികപ്പട എന്താണ് അതിലൂടെ സമുദ്രത്തിലൊരു മേധാവിത്യം അതായിരുന്നു എന്താണ് പോർച്ചുഗീസുകാർ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഒരു നയത്തെയാണ് ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്യം അതുവഴി എന്താണ് പോർച്ചുഗീസിന്റെ വ്യാപാരം എന്താണ് വളർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അതേപോലെ നമ്മൾ പറയുന്നുണ്ട് കാർട്ടർ സമ്പ്രദായം, കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്ന ആരെന്ന് ചോദിക്കാറുണ്ട്. അതും ഈ പറയുന്ന കാർട്ടേഴ്സ് വ്യവസ്ഥ, കാർട്ടർ സമ്പ്രദായം കൊണ്ടുവന്നതും ഈ പറയുന്ന പോർച്ചുഗീസുകാരാണ്. അതും ചോദിക്കുന്നതാണ് കാർട്ടർ സിസ്റ്റം. എന്താണ് കാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ? അതായത് പാസ്സായിരുന്നു. അതായത് ഒരു കപ്പല് കടന്നു വരുവാണെങ്കിൽ ആ കപ്പലിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാസ്സായിരുന്നു. ആ പാസ് ഇല്ലെങ്കിൽ എന്താണ് ആ കപ്പൽ കടത്തിവിടത്തില്ല. അതിനെയാണ് കാർട്ടർ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വരും ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കൂടുതലായിട്ട്. നെക്സ്റ്റ് നോക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ആരാണ് കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്? അത് ഡച്ചുകാരെയാണ്. നമ്മൾ പഠിക്കുന്നുണ്ട്. ഡച്ചുകാർ 1741 ഓഗസ്റ്റ് 10 എന്ത് സംഭവിക്കുന്നത്? കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിൽ? നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അതിൽ ആരാണ് ജയിക്കുന്നത്? മാർത്താണ്ഡവർമ്മ അല്ലെ? മാർത്താണ്ഡവർമ്മയാണ് അതിൽ ജയിക്കുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച വ്യക്തിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ഈ കുളച്ചൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് ഈ കുളച്ചൽ? ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ എവിടെ? കന്യാകുമാരിയിലാണ് ഇപ്പൊ ഈ പറയുന്ന കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പേരാണ് എന്ത്? ഡിലനോയ്. ആരാണ് ഡിലനോയ് എന്ന് പറയുന്നത്? ഡിലനോയ് അതായത് നമുക്കറിയാം അല്ലെ? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ്. അദ്ദേഹമാണ് പിന്നീട് ആരായിട്ട് മാറുന്നത്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ആരാണ്? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡിലനോയ്, വലിയ കപ്പിത്താൻ. ഓക്കെ, അതേപോലെ ഡിലനോയ് സ്മാരകം എവിടെയാണ്? അത് നമ്മുടെ കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം ഉള്ളത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളും രചയിതാക്കളുടെയും പേരുകൾ താരതമ്യം ചെയ്യുക. ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രേഡ്. PSC പഠിക്കുന്ന ആർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അത് ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻഡ്രേഡ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഈ ഓപ്ഷൻ 2 അങ്ങ് വെട്ടിക്കോ. A3 ആണെന്ന് മാത്രം നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ എന്താണ് 50-50 ആണ് ചാൻസ് അല്ലേ? പിന്നെ നമുക്ക് നോക്കാം. കണ്ട, തുവ്വത്തുൽ മുജാഹിദീൻ. ഈ പേര് വായിക്കുമ്പോഴേ അറിയാം അതൊരു എന്താണ് കാടാഞ്ചേരി നമ്പൂതിരി ഒന്നും ആയിരിക്കില്ല അത് എഴുതിയിരിക്കുന്നത്. കുലശേഖര ആൾവാറും ആയിരിക്കില്ല. അതാരാണ് തുവ്വത്തുൽ മുജാഹിദീൻ എഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അപ്പൊ എന്താണ്? D എന്ന് പറയുന്ന 2 ആണ്. ഇവിടെയും D2 ആണ്, ഇവിടെയും D2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് തന്നെ നോക്കണം. മാമാങ്കം കിളിപ്പാട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്താ 50-50 ചാൻസ് ആയി. ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനെ കറക്കി കുത്തി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു അതായത് എപ്പോഴാണ് കറക്കി കുത്തി എഴുതേണ്ടത്? നിങ്ങൾക്ക് അത്യാവശ്യം ആദ്യം തന്നെ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. ഇതെനിക്ക് അറിയില്ല, ജസ്റ്റ് അവിടെ ഒന്ന് പെൻഡിങ് വെച്ചേക്കുക. ലാസ്റ്റ് നമ്മൾ സേഫ് ആണ്, ഞാൻ എഴുതിയൊക്കെ അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 50-50 ചാൻസ് ഉള്ളതിലേക്ക് നമുക്കൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക്. ഓക്കെ, എലിമിനേഷൻ മെത്തേഡിലൂടെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വായിച്ച് നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ആകും.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി ഏതാണ് നമുക്ക് ആൻസറിലേക്കല്ലേ നമുക്ക് എത്തേണ്ടത്. മാമാങ്കം. മാമാങ്കം ആരുടേതാണ്? മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയാണ്. പെരുമാൾ തിരുമൊഴി കുലശേഖര ആൾവാറാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി എന്ന് പറയുന്ന ഒന്ന്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അല്ലെ, ഡച്ച് ഗവർണറായ ഹെൻറി വാൻ റീഡ് ആണ് മലബാറിന്റെ അല്ലെ ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് അതിന്റെ മീനിങ്? മലബാറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്? മലബാർ അല്ലെ, ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിൽ 12 വോളിയമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? പുറത്തിറക്കുന്നത്. ഏതൊക്കെ വർഷം? 1678 മുതൽ 1703 വരെയുള്ള വർഷങ്ങളിലായിട്ട് 12 വോളിയമായിട്ടാണ് ഇത് പുറത്തിറക്കുന്നത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. പിന്നെ അതിനെ സഹായിച്ച കുറച്ച് പേരുണ്ടല്ലോ. ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതിന് സഹായിച്ചൊരു വൈദ്യൻ ഉണ്ടായിരുന്നല്ലോ, ഒരു ഈഴവ വൈദ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരാണ് നമുക്ക് നോക്കേണ്ടത്? മാമാങ്കം കിളിപ്പാട്ട് നോക്കാം. ഈ മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നു ആര്? ഈ പറയുന്ന കാടാഞ്ചേരി നമ്പൂതിരി. ആരാണ്? കോഴിക്കോട് സാമൂതിരിയുടെ സദസ്യനായിരുന്നു ആര്? കാടാഞ്ചേരി നമ്പൂതിരി. അദ്ദേഹം എഴുതിയതാണ് എന്ത്? മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? പെരുമാൾ തിരുമൊഴി. പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? കുലശേഖര ആൾവാറാണ്. അതായത് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന കുലശേഖര ആൾവാർ എന്ന് പറയുന്നത് സാമ്രാജ്യ സ്ഥാപകൻ. ഓക്കെ, അദ്ദേഹമാണ് എന്ത് എഴുതുന്നത്? പെരുമാൾ തിരുമൊഴി. പഠിച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഇത്. സംസ്കൃതത്തിൽ എഴുതിയ ഒരു മുകുന്ദമാല, ഒരു ഭക്തി കാവ്യമാണ് എന്ത്? മുകുന്ദമാല എന്ന് പറയുന്നത്. എന്താണ്? മുകുന്ദമാല. സംസ്കൃതത്തിലെ ഒരു എന്താണ്? ഭക്തി കാവ്യമാണ് എന്ത്? മുകുന്ദമാല. ആരാണ് എഴുതിയത്? കുലശേഖര ആൾവാർ. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്, ഹെൻറി വാൻ റീഡ്, മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരി. മാമാങ്കം കിളിപ്പാട്ട് ആലോചിച്ച് നോക്കിയേ. കിളികളൊക്കെ ഉള്ള എവിടെയാണ്? കാട്ടിലാണെന്ന് ചിന്തിച്ചു വെക്കുക. കാടാഞ്ചേരി നമ്പൂതിരി. ഓക്കെ, പെരുമാൾ തിരുമൊഴി എവിടെയാണ്? കുലശേഖര ആൾവാർ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ആരാണ്? എവിടെയാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. അത് ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് നമ്മുടെ അറബി ഭാഷയിലാണ്. ഓക്കെ, അറബി ഭാഷയിൽ. അതായത് എന്തായിരുന്നു അതിന്റെ ഇതിവൃത്തം? അത് ചോദിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് അധിനിവേശം, പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ നമ്മുടെ കോഴിക്കോട് സാമൂതിരിമാരും നമ്മുടെ കുഞ്ഞാലി മരക്കാരും ഒക്കെ തമ്മിൽ നടത്തിയ പോരാട്ടമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, തുഹ്ഫത്തുൽ മുജാഹിദീൻ ഏതാണ്? അപ്പൊ ആരാണ് എഴുതിയിരിക്കുന്നത്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ. അറബി ഭാഷയിലാണ്. ഇനി ഇതിൽ ചോദിക്കുന്നുണ്ട്, ഇത് രചിച്ച കാലഘട്ടം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിൽ തെറ്റ് തന്നിരിക്കുന്നത് അത് 16-ാം നൂറ്റാണ്ടെന്ന് പറയുന്നതിന് പകരം 18-ാം നൂറ്റാണ്ടോ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കൃതിയാണെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് 16-ാം നൂറ്റാണ്ടിലാണ് എന്ത് എഴുതുന്നത്? ഈ കൃതി എഴുതുന്നത്. 16-ാം നൂറ്റാണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റ് 2 പേരുകളാണ് ഈ കൃതികൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട അധിനിവേശത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ അതാരാണ്? അത് ഗാസി മുഹമ്മദ് എഴുതിയതാണ്. ആരാണ്? ഗാസി മുഹമ്മദ്. പിന്നെ ഏതാണ്? ഫാതുൽ മുജാഹിദീൻ. ഫാതുൽ മുജാഹിദീൻ അത് എഴുതിയത് ആരാണ്? അത് സൈനുല്ലാബ്ദീൻ ആണ്. സൈനുല്ലാബ്ദീൻ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? ഈ പറയുന്ന പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി എഴുതിയതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗാസി മുഹമ്മദ് രചിച്ച മറ്റൊരു അറബി മലയാളം കൃതിയുണ്ട്, മുഹയുദ്ദീൻ മാല. ഗാസി മുഹമ്മദിന്റെ മറ്റൊരു അറബി മലയാളമാണ് മുഹയുദ്ദീൻ മാല. ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ഇത് രണ്ടും നമ്മുടെ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റിയാണ്. മുഹയുദ്ദീൻ മാല എന്ന് പറഞ്ഞ ഒരു അറബി മലയാളം ഒരു കൃതിയാണത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിന്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ശരി ഉത്തരമാണ് വേണ്ട. നേരെ ഇതങ്ങ് വെട്ടിക്കോ. ഒന്ന് ശരിയാണ്. PK ചാത്തൻ മാസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്?
വ്യവസായ വകുപ്പ് ചാത്തൻ മാസ്റ്റർ എന്തായിരുന്നു? വ്യവസായമായിരുന്നോ? അല്ല, അദ്ദേഹം എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണമായിരുന്നു. KR ഗൗരിയമ്മ റവന്യൂ ആയിരുന്നു. KP ഗോപാലൻ എന്തായിരുന്നു? KP ഗോപാലൻ വ്യവസായമായിരുന്നു. വ്യവസായം KP ഗോപാലൻ. സോ ഇവിടെ നമുക്ക് വേണ്ടത് 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. നോക്കിക്കേ, EMS ആയിരുന്നു മുഖ്യമന്ത്രി. C അച്യുതമേനോൻ എന്തായിരുന്നു? സാമ്പത്തികമായിരുന്നു അല്ലെ, ധനകാര്യ വകുപ്പ്. TV തോമസ് ഗതാഗതവും തൊഴിലുമായിരുന്നു. KC ജോർജ് ആണെങ്കിൽ ഭക്ഷ്യം വനമാണ്. KP ഗോപാലൻ വ്യവസായ വകുപ്പായിരുന്നു. TA മജീദ് പൊതുമരാമത്തായിരുന്നു. ചാത്തൻ മാസ്റ്റർ PK ചാത്തൻ ആരായിരുന്നു? സ്വയംഭരണമായിരുന്നു. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണം. ജോസഫ് മുണ്ടശ്ശേരി ആരാണ്? വിദ്യാഭ്യാസമാണ്. KR ഗൗരി എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് എക്സൈസ് ആണ്. VR കൃഷ്ണയ്യർ എന്ന് പറയുന്നത് നിയമവും വിദ്യുത് ശക്തിയുമാണ്. നെക്സ്റ്റ് വരുന്നത് ആരാണ്? AR മേനോൻ ആണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഈ 11 പേരുടെ പേരും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. EMS മുഖ്യമന്ത്രി, അച്യുതൻ സാമ്പത്തികം, TV തോമസ് ഗതാഗതം തൊഴില്, അതേപോലെ തന്നെ ഗൗരിയമ്മ റവന്യൂ എക്സൈസ്, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം ഒക്കെ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ആ സമയത്തെ ഗവർണർ ആരായിരുന്നു? ആ സമയത്തെ ഗവർണർ എന്ന് പറയുന്നത് BR റാവു, B രാമകൃഷ്ണ റാവു ആയിരുന്നു ആ സമയത്തെ എന്തെന്ന് പറയുന്നത്? ഗവർണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പീക്കർ ആരായിരുന്നു? സ്പീക്കർ എന്ന് പറയുന്നത് R ശങ്കരനാരായണൻ തമ്പി. നാരായണൻ തമ്പിയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. അതേപോലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് PT ചാക്കോ. PT ചാക്കോയായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അവരുടെ ഒന്നാം നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാണ് അത് നിലവിൽ വന്നത്? 1957 ഏപ്രിൽ 1-നാണ് അത് നിലവിൽ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിയമസഭ വരുന്നത്. അതേസമയം മന്ത്രിസഭ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1957 ഏപ്രിൽ 5-നാണ് എന്ത് വരുന്നത്? ഒന്നാം മന്ത്രിസഭ നിലവിൽ വരുന്നത്. നിയമസഭ വന്ന എന്നാണ്? ഏപ്രിൽ 1-നാണ്. അതൊന്നും മാറിപ്പോകരുത്. എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 11 മന്ത്രിമാർ ഞാൻ പറഞ്ഞു. അതേപോലെ മൊത്തം വനിതാംഗങ്ങളുടെ എണ്ണം 6 ആയിരുന്നു. വനിതാ മന്ത്രി ചോദിച്ചാൽ എത്രയായിരുന്നു? അതൊരൊറ്റ ഒരാളെ ഉണ്ടായിരുന്നു വനിതാ മന്ത്രിയായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ആ ഒരു ഇതുമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കൾ? അപ്പൊ ഇതാണ് വൈക്കം സത്യാഗ്രഹം അല്ലെ. ഇതില് ഈ ഒരു 56/2025 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എന്താണ്? ഒരെണ്ണമാണ് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം തെറ്റ് പഠിച്ചു വെക്കേണ്ടല്ലോ നമുക്ക്. ഓക്കെ, നോക്കാം. താഴെ പറയുന്നതിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കൾ? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരപിള്ള, അതേപോലെ CV കുഞ്ഞിരാമൻ. ആരൊക്കെയായിരുന്നു? ഈ പറയുന്ന എല്ലാവരും എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. മുകളിൽ പറഞ്ഞവരെല്ലാവരും അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം ഇവരുടെ എല്ലാവരുടെയും പേര്. എന്തൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അല്ലെ? ഇവരെല്ലാവരും അല്ലെ, നേതാക്കന്മാരുടെ പേര് നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്? ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ഏതാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അഞ്ചുതെങ്ങ് ആറ്റിങ്ങലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യത്തെ കലാപം, സംഘടിത കല. അതേപോലെ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിതം ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. എന്തായിരുന്നു കാരണം? ആ വൈക്കം അമ്പലത്തിന് ചുറ്റിനും എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. എന്നാണ് തുടങ്ങിയത്? 1924 മാർച്ച് 30-ന് ആരംഭിച്ച് എന്നുവരെ 1925 നവംബർ 23-നാണ് എന്ത് ചെയ്യുന്നത്? ഇത് അവസാനിക്കുന്നത്. ഓക്കെ, ഇത്രയും ദിവസം നീണ്ടു നിന്നൊരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തായിരുന്നു അതിന്റെ കാരണം അല്ലെ? സഞ്ചാര സ്വാതന്ത്ര്യത്തിന്, അതായത് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അവർണർക്ക് പ്രവേശനമില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ആ ഒരു ബോർഡും കഴിഞ്ഞിട്ട് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പുലയനും ഈഴവനും നായർ സമുദായത്തിൽപ്പെട്ട എന്ത് ചെയ്യുന്നുണ്ട്? അവരങ്ങ് നടന്ന് അതിന്റെ അപ്പുറം വരെ പോകും. ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ഇങ്ങനെ 3 പേരും കൂടി എന്ത് ചെയ്യും? ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകും. അവരായിരുന്നു സമരം എന്ത് ചെയ്യുന്നത്? തുടങ്ങി വെച്ചതെന്ന് പറയും. ഓക്കെ, അതായത് അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ബോർഡിന്റെ തൊട്ടപ്പുറം വരെ പോകും, എന്നിട്ട് അവർ തിരിച്ചു പോരും. അപ്പൊ അതായിരുന്നു ആ ഒരു സമര രീതി എന്ന് പറയുന്നത്.
ഇനിയിപ്പോ നമുക്കറിയാം ഇതിനെതിരെ നമ്മുടെ ഒരു INC സമ്മേളനമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഏതാണ്? അത് കാക്കിനട സമ്മേളനമാണ്. കാക്കിനട സമ്മേളനം. ഏത് വർഷമാണ് കാക്കിനട സമ്മേളനം? ഇത് തൊട്ട് മുമ്പായിരിക്കുമല്ലോ, 1923 അവിടെ ആ സമയത്ത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ TK മാധവൻ എന്ത് ചെയ്യുന്നത്, ഈ അയിത്തത്തിനെതിരായിട്ട് TK മാധവൻ ഒരു പ്രമേയം നടത്തുന്നുണ്ട് അല്ലെ. അതിനെ TK മാധവൻ, അത് ഏത് സമ്മേളനമാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് അയിത്തത്തിനെതിരായി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ ഏതാണത്? കാക്കിനട സമ്മേളനമാണ്. ആരാണ്? TK മാധവനാണ്. ഏത് വർഷമാണ്? 1923. ഓക്കെ. ഇനി ഏതാണ്? ഇനി അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ സമയത്ത് വൈക്കം സത്യാഗ്രഹികൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നല്ലോ. അതങ്ങനെ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ വെല്ലൂർ മടവിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഠമായ വെല്ലൂർ മഠമായിരുന്നു അതിന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രേരണയായിട്ട് അവിടെ വന്ന് കാണാനായിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആരാണത്? നമ്മുടെ വിനോബ ഭാവെ, ആചാര്യ വിനോബ ഭാവെയാണ്. ഓക്കെ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം ആരംഭിച്ചു. ശരിയാണ്. 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ ആരംഭിക്കുന്നത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ഇത് ശരിയാണ്. 14 മന്നത്തെ NSS, അതും ശരിയാണ്. 1905 അല്ല. 1907 ആ ഡോക്ടർ പൽപ്പു ആണോ? അല്ല. ആരാണ്? അയ്യങ്കാളിയാണ് എന്ത് ആരംഭിക്കുന്നത്? സാധുജന പരിപാലന സഭ ആരംഭിക്കുന്നത്. അതിന്റെ മുഖപത്രം ചോദിക്കാറുണ്ട്. ഏതാണ്? അത് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയാണ് മുഖപത്രം. അതിന്റെ എഡിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ചെമ്പുന്തറ കാളിച്ചോതി കറുപ്പനാണ്. കാളിച്ചോതിക്കറുപ്പനാണ് എന്ത് വരുന്നത്? ഇതിന്റെ എഡിറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ. 1907 പഠിച്ചു വെക്കുക. ഇനി ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? 1903 എന്താണ്? SNDP ആരംഭിക്കുന്നു. അല്ലെ, SNDP വരുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലനം. ഓക്കെ. 1903 മെയ് 15 അതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ചോദിക്കാറുണ്ട്. ആജീവനാന്ത അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ്. അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ചോദിച്ചാൽ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിന്റെ മുഖപത്രം ഏതാണ്? മുഖപത്രം എന്ന് പറയുന്നത് യോഗനാഥമാണ്. മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടി പഠിച്ചു വെച്ചു. വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. നമ്മുടെ പറയുന്നുണ്ടല്ലോ പൽപ്പുവിനെ പറ്റി, ഡോക്ടർ പൽപ്പു. അപ്പൊ 1903 മെയ് 15 SNDP ആരംഭിക്കുന്നത്. അതിന്റെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലമാണ്. സെക്രട്ടറി ആയിട്ട് വരുന്നത് കുമാരനാശാനും വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവും മുഖപത്രം യോഗനാഥവുമാണ്. ഓക്കെ. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? യോഗക്ഷേമ സഭ അല്ലേ? യോഗക്ഷേമ. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? 1908 യോഗക്ഷേമ സഭ. 1908 ജനുവരി 31 തുടങ്ങുന്നുണ്ട്. ആരായിരുന്നു പ്രസിഡന്റ്? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിന്റെ ആപ്തവാക്യമായിരുന്നു എന്ത്? നമ്പൂതിരിയെ മനുഷ്യനാക്കുക. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യമുള്ളത് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത്? മനുഷ്യനാക്കുക. എവിടെയാണ്? അത് യോഗക്ഷേമ സഭയുടേതാണ്. അതിന്റെ പത്രമാണ് എന്ത്? മംഗളോദയം പത്രം. അപ്പൊ ഏതിൻ്റെതാണ്? യോഗക്ഷേമ സഭയുടേതാണ്. നെക്സ്റ്റ് ഉള്ളത് ഏതാണ്? NSS എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അതായത് ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ആ ഒരു മോഡലിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന NSS രൂപീകരിച്ച് 1914 ഒക്ടോബർ 31 ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? പെരുന്ന. നമ്മുടെ ചങ്ങനാശ്ശേരി കോട്ടയം പെരുന്നയാണ്. അതിന്റെ ആദ്യ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ K കേളപ്പനാണ്. K കേളപ്പൻ. ഓക്കെ. അതേപോലെ തന്നെ സെക്രട്ടറി ചോദിച്ചാലോ? ഫസ്റ്റ് സെക്രട്ടറി ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മുഖപത്രം ഏതാണ്? മുഖപത്രം സർവീസസ് ആണ്. സർവീസ്. ഓക്കെ. ഇതാണ് അതിന്റെ മുഖപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം.
നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 71/24 ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ 10 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത്, ഹിസ്റ്ററി പോർഷനിൽ വരുന്നത്. ഇതിൽ 9 ക്വസ്റ്റ്യനും ഇവർ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്തിരിക്കാം, നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കാം. 71/24 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. PYQ സീരീസിൽ നമ്മൾ ചെയ്തതാണെന്ന് തോന്നുന്നു, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഈ ക്വസ്റ്റ്യനിൽ ഈ 10 ക്വസ്റ്റ്യനിൽ 9 ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട് നമുക്ക്. ഇന്ത്യൻ ഹിസ്റ്ററി ആയാലും കേരള ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും മൊത്തം നമുക്ക് പഠിച്ചു തീർക്കണമെങ്കിൽ നല്ല ടൈം വേണം. അത്രയും ടൈമും എഫേർട്ടും ഇട്ട് പഠിച്ച കുട്ടികൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത വിധത്തിലല്ലേ ആ ഒരു 9 ക്വസ്റ്റ്യനും അവർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ. കാര്യം അത് വായിക്കാൻ തന്നെ നമ്മുടെ ഒത്തിരി സമയം ആ ഹോളിൽ പോയിട്ടുണ്ടാവും. കാര്യം അതേപോലെയായിരുന്നു. ആ 10 ക്വസ്റ്റ്യനും ഭീകര സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 10 ക്വസ്റ്റ്യൻ വായിക്കുന്ന നേരത്തെ തന്നെ നമുക്ക് എന്താണ്, അപ്പുറത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയേനെ. എന്നിട്ട് അവർ എന്ത് ചെയ്തു, 9ഉം അവർ ക്യാൻസൽ ചെയ്തു. അല്ല, ഈ PSC ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് അവര് ഒരു വൃത്തിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു എക്സാം എന്ന് പറയുന്ന പ്രഹസനം നടത്തുന്നത്? ഓക്കെ, നോക്കാം നമുക്ക്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൽ വന്ന ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. 1925 ഫെബ്രുവരി 7 എന്ത് ചെയ്തു, 22 പേര് പിന്തുണച്ചു, 21 പേര് നിരസിച്ചു. ഇതിൽ ഭയങ്കര ഇതാണ് ആൻസർ ആയിട്ട് വന്നിരുന്നത്, ഓപ്ഷൻ ബി. അതായത് ശരിക്കും നമ്മൾ പഠിക്കുന്നത് 21 പേര് പിന്തുണച്ചു, 22 പേര് നിരസിച്ചു. ഇതായിരുന്നു ആൻസർ. കാര്യം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. കാര്യം ഒരു വോട്ടിനാണ് അത് അവിടെ തോറ്റു പോകുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ശരിയാണ്. ഈ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 ജൂലൈയിലാണ് വെള്ളപ്പൊക്കം നടക്കുന്നത്. നമുക്കറിയാം 1924 മാർച്ച് 30-നാണ് എന്ത് ആരംഭിക്കുന്നത്, ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ഇതാണ് 21 പേരാണ് അതിനെ പിന്തുണച്ചുള്ളൂ, 22 പേര് അതിനെ നിരസിച്ചു. ഒരൊറ്റ വോട്ടിന്റെ പുറത്താണ് അത് എന്താവുന്നത്, അത് ക്യാൻസൽ ആയി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 47/24 ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്, 3 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 3 ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള ഹിസ്റ്ററിയുടെ സെക്ഷനിൽ ചോദിച്ചത്. അതിൽ എന്തായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയിരുന്നത്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവി ആണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം എന്താണ്, ശരിയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ നോക്കണം. ആരാണ് നാണു ആശാൻ? നാണുവാശാൻ ആരാണ്? നാണുവാശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പറയുന്ന പേരാണ് എന്ത്, നാണുവാശാൻ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ് നമുക്ക് വേദാധികാര നിരൂപണം, ചട്ടമ്പി സ്വാമി. എന്താണ്, ശൂദ്രന്മാർക്കും വേദം പഠിക്കാം, ശൂദ്രന്മാർക്കും വേദം പഠിക്കാം എന്ന് പറയുന്ന ആ ഒരു അവകാശമുണ്ടെന്ന് വാദിച്ചൊരു പുസ്തകമാണ് എന്ത്, ഈ പറയുന്ന വേദാധികാര നിരൂപണം. ഈ പുസ്തകമാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ത് പറയുന്നത്, തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് പറയുന്നില്ലേ, അത് ഈ ഒരു പുസ്തകത്തെ, ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന ഈ ഒരു കൃതിയെയാണ് സ്വാമി വിവേകാനന്ദൻ ആ തരത്തിൽ എന്ത് ചെയ്യുന്നത്, പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പുസ്തകമുണ്ട് ഇതേപോലെ, മോക്ഷപ്രദീപം. ആരുടേതാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്? മോക്ഷപ്രദീപം അത് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ഈ മോക്ഷപ്രദീപത്തിൽ ആ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയിട്ടുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ പഠിക്കേണ്ടത് എന്താണ്, മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയും അതിനെ വിമർശിച്ചുകൊണ്ട് അതിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, മോക്ഷപ്രദീപ ഖണ്ഡനമാണ്. ഓക്കെ, അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ചോദിക്കാറുണ്ട്, അതേതാണ്, അതാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ്. അതായത് പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയെന്ന ഒരു നമ്മൾ പറയില്ലേ, പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത്, അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വസ്തുതയൊക്കെ ഗണ്ണിക്കുന്നതാണ് എന്ത്, പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ നമുക്കിവിടെ പഠിക്കാനുള്ളത്,
കൊച്ചിൻ പുലയ മഹാസഭ അല്ലെ. പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭ കൊണ്ടുവരുന്നത്. ഏത് വർഷമാണ്? 1913 എന്ത് വരുന്നത്? കൊച്ചിൻ പുലയ മഹാസഭ വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ പണ്ഡിറ്റ് കറുപ്പൻ കുറച്ചധികം സഭകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെയും നമുക്ക് ഒന്നും രണ്ടൊക്കെ പഠിച്ചാൽ മതി. പക്ഷെ പണ്ഡിറ്റ് കറുപ്പന്റെ പഠിക്കുമ്പോൾ കുറച്ചധികം പഠിക്കണം. അതിൽ ഒന്നാമത്തതാണ് കല്യാണദായിനി സഭ. എന്താണ്? കല്യാണദായിനി. കല്യാണദായിനി എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ? കല്യാണം നടക്കാത്തവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുങ്ങല്ലൂർ പോയി പ്രാർത്ഥിച്ചാൽ മതി അല്ലെ? ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ മതി, കല്യാണം ദാനമായി തരും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. സന്മാർഗം. സന്മാർഗ പ്രദീപം. സന്മാർഗം. സന്മാർഗ പ്രദീപ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? അത് നമ്മുടെ കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി. സോറി, കുമ്പളം. കുമ്പളങ്ങി അല്ല, കുമ്പളം. ഓക്കെ. കുമ്പളങ്ങിയും കുമ്പളവും രണ്ട് സ്ഥലമാണ്. രണ്ടും എറണാകുളം ജില്ലയിലുള്ളതാണ്. ഇനി എന്താണ്? അതിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥലമുണ്ട്, ഇടക്കൊച്ചി. അവിടെയാണ് ജ്ഞാനോദയം സഭ. ജ്ഞാനോദയം സഭ എവിടെയാണ്? ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ കുറെ സംഘടനകളുണ്ട്, കുറച്ച് പഠിച്ചു വെക്കാം. ബാലസേവ ഉണ്ട്. ബാലസേവാ സമിതി. അതെവിടെയാണ്? ബാലസേവാ സമിതി എന്ന് പറയുന്നത് വൈക്കത്താണ്. ഓക്കെ. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ബാലസേവാ സമിതി വരുന്നത്. ഇനി അതേപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭ. ഈ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലായിരുന്നു. തേവരയിലാണ് ഇപ്പോ. എന്ത്? സുധർമ്മ സൂര്യോദയ സഭ. സൂര്യോദയ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? തേവരയിലാണ്. അതേപോലെ തന്നെ ബാലസമുദായ സഭ ബാലസേവാ സമിതി നമ്മൾ പറഞ്ഞു എവിടെയാണ്? വൈക്കമാണ്. എങ്കിൽ ബാലസമുദായ പരിഷ്കരണീ സഭയുണ്ട്, അതും ഈ പറയുന്ന തേവരയിലാണ്. ഓക്കെ. ഇപ്പൊ തിരിഞ്ഞു പോകരുത്. ബാലസേവ ചെറിയ പേരല്ലേ? ബാലസേവ വൈക്കം. വൈക്കവും അതേപോലെ ചെറിയ പേരാണ്. ബാലസമുദായ പരിഷ്കരണീ സഭ എന്ന് പറയുന്നത് എവിടെയാണ്? തേവരയിലാണ്. ഇനി നമുക്കിവിടെ ഏതാ പറയുന്നത്? വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇപ്പൊ പഠിച്ചു വെച്ചു. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. ഏത് വർഷമാണ്? 1918. 1918. എന്തിന്റെ മാതൃകയിലാണ് ഇദ്ദേഹം ഇത് ആരംഭിക്കുന്നത്? SNDP മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എന്ത് പറയുന്നത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഇത് നമ്മുടെ ശരിക്കും കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടല്ല, പക്ഷെ എങ്കിലും നമുക്ക് ഈ ഒരു നോർമൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് വിട്ട് കളയണ്ട. ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഇത് ഏത് ഭൂപ്രകൃതിയാണെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു വെക്കാം, അതൊരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ്? കുറിഞ്ചി മല, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. കാട്, അതേപോലെ മല, കാട് മലയൊക്കെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ഞിമല, കുറിഞ്ചിമല അങ്ങനെ കണക്ട് ചെയ്യണം. കാട്ടിലാകുമ്പോൾ അവർ എന്തായിരിക്കും? അവരുടെ വനശേഖരണം അല്ലെ, വനവിഭവങ്ങളൊക്കെ ആയിരിക്കില്ലേ? വനവിഭവങ്ങൾ ശേഖരിക്കലും വേട്ടയാടൽ ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കാട്ടിൽ താമസിക്കുന്നവരുടെ വേട്ടയാടൽ, കാട്ടിൽ താമസിക്കുന്നവരുടെ എന്താ ജോലി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? മുല്ലൈ. മുല്ലൈ. മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽമേട്. മുല്ലൈ പുൽമേട് കണക്ട് ചെയ്ത് പഠിക്കുക. കുറിഞ്ചിമല അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കുറിഞ്ചിമല വനവിഭവങ്ങളാണ്. മുല്ലൈ അല്ല, പുല്ല് മുല്ലൈ, പുല്ല് മുല്ലൈ അങ്ങനെ കണക്ട് ചെയ്യുക. മുല്ലൈ എന്താണ്? അപ്പൊ പുൽമേടാണ്. അതെന്താണ്? അവിടെ പുൽമേട് ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് കന്നുകാലികളായിരിക്കും അല്ലെ? കന്നുകാലി വളർത്തലായിരിക്കും. കന്നുകാലി വളർത്തൽ. ഓക്കെ. ഇനി അപ്പൊ എന്താണ് നെക്സ്റ്റ് വരേണ്ടത്? കുറിഞ്ചി കഴിഞ്ഞു, മുല്ലൈ കഴിഞ്ഞു, പാലൈ. പാലൈ. പാലൈ എന്ന് പറയുന്നത് എന്താണ്? വരണ്ട് കിടക്കുന്ന സ്ഥലമാണ് എന്ത്? പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശമാകുമ്പോൾ അവിടെയും എന്താണ്? ഈ പറയുന്ന കന്നുകാലി വളർത്തലൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് അവിടെയുള്ള എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണ്. ഓക്കെ. അതേപോലെ അവിടെയാണ് നമ്മുടെ കൊള്ളയടിക്കലൊക്കെ കൂടുതലായിട്ട് വരുന്നതും അവിടെയാണ്. കവർച്ച, കന്നുകാലി കവർച്ചയാണ് കന്നുകാലി കവർച്ച. ഓക്കെ. അപ്പൊ ഇതാണ് അവിടെ പാലയിൽ എന്ന് പറയുന്നത്. പാലൈ അപ്പൊ എന്താണ്? വരണ്ട പ്രദേശമാണ്. അവിടെയാണ് എന്താ? അവിടെയുള്ള ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കവർച്ച അഥവാ കൊള്ളയടിക്കലാണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, പാലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളയടിക്കലാണ്. മുല്ലൈ. മുല്ലൈ എന്താണ്? മുല്ലൈ പുല്ല്. അപ്പൊ എന്താണ് അവിടെ? കന്നുകാലി വളർത്തലാണ്. അപ്പൊ അതെന്താണ്? മൃഗസംരക്ഷണമാണ്. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? അടുത്തത് മരുതമാണ്. മരുതം. മരുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വയലാണ്. വയലാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും അവിടെ വരേണ്ടത്? കൃഷിയാണ് വരേണ്ടത്. മരുതം കൃഷിയാണ്. നെക്സ്റ്റ് വരേണ്ടത് നെയ്ത്തലാണ്. നെയ്ത്തൽ. നെയ്ത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്ത്തൽ തീരപ്രദേശമാണ്. തീരപ്രദേശം. അത് നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. നെയ്തൽ
തീരപ്രദേശം. കണ്ട ഒരേപോലെയല്ലേ എഴുതേണ്ടത്, നമ്മൾ നായും തായും എഴുതുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. നെയ്തൽ തീരപ്രദേശമാകുമ്പോൾ അവിടെ എന്തായിരിക്കും, മീൻ പിടിക്കുന്നവരുണ്ടാകും. അതേപോലെ തന്നെ ഉപ്പ് നിർമ്മാണവും ഉണ്ടാകും, ഉപ്പ് നിർമ്മാണം. അപ്പൊ എന്താണ് നെയ്തൽ എന്ന് പറയുന്നത്, ഉപ്പ് നിർമ്മാണമാണ്. മരുതം എന്ന് പറയുന്നത് എന്താണ്, മരുതം വയലാണ് അല്ലെ, അപ്പൊ തണ്ണീർത്തടമാണ്, കൃഷിയാണ്. അങ്ങനത്തെ കണക്ട് ചെയ്യുക. അപ്പൊ 1C എന്ന് വരണം. അതേപോലെ തന്നെ എന്താണ് 1C. അപ്പൊ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. 1C 2D ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ പാലൈ, പാലൈ എന്താണ്, വരണ്ട പാല്. അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുക. നമ്മൾ മുഖമൊക്കെ നമ്മൾ പറയില്ലേ, മുഖമൊക്കെ വരണ്ട് കഴിഞ്ഞാൽ പാൽ ഉപയോഗിച്ച് കഴുകുക, മുഖം ക്ലെൻസർ ആണ് പാൽ എന്ന് പറയുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുക. വരണ്ട് പോകാതിരിക്കാൻ പാൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ കുറിഞ്ചിമല, പുൽമുല്ല അല്ലെ, മുല്ലൈ പുല്ല്, വരണ്ട പാൽ. അങ്ങനെ കണക്ട് ചെയ്യുക. മരുതം വയൽ, നെയ്തൽ തീരപ്രദേശം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതൊന്ന് പഠിച്ചു വെക്കണേ. ചിലപ്പോ ചോദിക്കുന്നത് എപ്പോഴും ഈ തൊഴിലായിരിക്കില്ല, മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ഒരു ഭൂപ്രകൃതിയും ഈ ഒരു പേരുമാണ് ചോദിക്കാറ്. തിണകള്, ഇതിനെ പറയുന്ന പേരെന്താണ്, തിണകള്. 5 തിണകളാണ്, ഐന്തിണകൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, തിണകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 38/24 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയായിരുന്നു, 3 ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്, ഒന്നും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. 38/24. വയനാട്ടിലെ കാടുകൾ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്, രാമനമ്പി അല്ലെ. കുറിച്യർ കലാപം 1812. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് എന്ത് പറയുന്നത്, കുറിച്യർ കലാപം 1812. ഇനി അതിന് കാരണങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പരീക്ഷയ്ക്ക് ഇതിന്റെ കാരണങ്ങളായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു, ബ്രിട്ടീഷുകാര് അധിക നികുതിയാണ് അല്ലെ, അധിക നികുതി ചുമത്തിയതായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നികുതി ചുമത്തിയത് ഓക്കെ, പക്ഷെ നികുതി എന്തായിട്ട് വേണം, പണമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ ഇവർ എന്തായിരുന്നു ചെയ്തത്, ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളായിരുന്നു നികുതിയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് പറ്റില്ല, നികുതി എന്തായിട്ട് വേണം, പണമായിട്ട് വേണമെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, പിന്നെ എന്തായിരുന്നു മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, നികുതി അടക്കാത്തവരെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പൊ നികുതി അടക്കാത്തവരുടെ എന്താണ്, കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇതായിരുന്നു 3 റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു, അധിക നികുതി, പിന്നെ നികുതി പണമായിട്ട് നൽകണം, നികുതി അടക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഈ മൂന്ന് റീസൺ കൊണ്ടാണ് എന്ത് മെയിൻ ആയിട്ട് വരാൻ കാരണം, കുറിച്യർ കലാപം വരാൻ കാരണം. ഈ കുറിച്യർ, അതായത് ഈ കുറിച്യരും കുറുമ്പരും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. അവർ സഹായിച്ചിരുന്ന മറ്റൊരു ആദിവാസി വിഭാഗമാണ് എന്ത്, കുറുമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കുറിച്യർ അവർ നടത്തിയിരുന്ന ഒരു കൃഷിയുടെ പേരുണ്ട്, അതാണ് എന്ത്, വെട്ടിച്ചൂട്ട് കൃഷി എന്ന് പറയും. വെട്ടിച്ചൂട്ട് കൃഷി, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ജൂം കൾട്ടിവേഷൻ എന്നൊക്കെ പറയും. അതായത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രദേശം നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി അവരൊന്നും കത്തിച്ചങ്ങ് ചാരവാക്കും, എന്നിട്ട് അവിടെ കൃഷി ചെയ്യും. ഓക്കെ, അത് കഴിയുമ്പോൾ എന്താ, അപ്പൊ നല്ല രീതിക്ക് ആ ഒരു ഏരിയയിൽ നല്ല പോഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, അവിടുന്ന് അവര് നേരെ നെക്സ്റ്റ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിലും എന്താണ്, പല സ്ഥലങ്ങളിലും ഈ ഒരു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അവര് നികത്തി വരാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു കൃഷി രീതി എന്താണ്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഈ 1812 ഏത് ദിവസമാണ്, മെയ് 1 ഈ പറയുന്ന രാമനമ്പിയെ വധിക്കുകയാണ്. ഇവരെ കുറിച്യർ കലാപത്തിന്റെ നേതാവായ രാമനമ്പിയെ വധിക്കുന്നത് 1812 മെയ് 1 ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കലാപകാരികൾക്ക് പറ്റിയിരുന്നെങ്കിൽ രാജ്യം അവരുടെ കീഴിലായേനെ എന്ന് പറയുന്നുണ്ട്. ആരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് TH ബേബർ. TH ബേബർ ആണ് അങ്ങനെ പറഞ്ഞത്. ഇതിന്റെ കുറിച്യർ കലാപത്തിന്റെ എന്താണ്, കുറിച്യർ കലാപത്തിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ അതിന്റെ സ്ലോഗൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് കുറിച്യർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് നോക്കാം. കല്ലുമാർ സമരത്തിലോ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഏതാണ്, കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നൊക്കെ പറയുന്നത് ആരുടേതാണ്, അയ്യങ്കാളി അല്ലെ, അയ്യങ്കാളിയുടേതാണ്. ഓക്കെ, അയ്യങ്കാളി. അതേപോലെ ജസ്റ്റ് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതൊന്ന് പഠിച്ചു വെച്ചു. ആരാണ്, കുമാരൻ വയലേരി. എന്താണ്, കുമാരൻ വയലേരിയാണ് എന്ത്, കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്നൊരു പുസ്തകം എഴുതിയത്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും,
സംസ്കാരവും എന്ന പുസ്തകം ആരുടേതാണെന്ന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം വന്നിട്ടുണ്ട്. അതെവിടെയാണ്? നമ്മുടെ കോഴിക്കോടാണ്. ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം വന്നത് കറണ്ട് അഫെയർ ആണ്, അത് കോഴിക്കോടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്ക് ടു എന്താണ് പെരുന്നാട് ലഹള അഥവാ കല്ലുമാല സമരത്തിലേക്ക് വരാം. ഏത് വർഷമാണ് കല്ലുമാല സമരം നടക്കുന്നത്? 1915 എന്ത് നടക്കുന്നത്? കല്ലുമാല സമരം നടക്കുന്നത് 1915. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ലയിലെയാണ്. അതേപോലെ തന്നെ അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? പെരിനാട് ലഹള എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ല പൊയ്കയിൽ അപ്പച്ചനെ നമ്മൾ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ബാക്കി 3 പേരെ നമ്മൾ പറഞ്ഞാണ് അല്ലെ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ചട്ടമ്പി സ്വാമി പറഞ്ഞു. പൊയ്കയിൽ അപ്പച്ചന്റെ ഒരു ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDS. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ അപ്പച്ചന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് വർഷമാണ്? 91. അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇങ്ങനെയാണ്: 89, 90, 91. ഓക്കെ, 89 എന്താണ് വരുന്നത്? കോട്ടയം അല്ലെ. അതായത് ഇവിടെ 90 എന്താണ്? എറണാകുളം. ഇവിടെ എന്താണ്? കേരളം. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് അറിയാലോ. അതായത് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായിട്ട് വന്നത് നഗരം ഏതാണ്? കോട്ടയമാണ് 89. ഇനി ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് എറണാകുളമാണ്, 90. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കേരളമാണ്, 91. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ. 89, 90, 91. ആ 3 വർഷങ്ങൾ അടുപ്പിച്ച് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഏത് ദിവസമാണ്? 91 ഏപ്രിൽ 18 കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 18. നമുക്കിപ്പോ ഏപ്രിൽ 18 അറിയാം അല്ലെ. നമ്മുടെ അതായത് നമ്മുടെ എക്സാം വരുന്നത് മെയ് 2 മെയ് 6 അല്ല മെയ് 16 എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഫേസ് ആണോ സെക്കൻഡ് ഫേസ് ആണോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് എന്തായാലും ഏപ്രിൽ 18 നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് 89, 90, 91? കോട്ടയം ജില്ലയാണെന്ന് വിചാരിക്കരുത്. കോട്ടയം നഗരത്തെയാണ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. കോട്ടയം ജില്ലയല്ല, കോട്ടയം നഗരം. ജില്ലയായിട്ട് വരുന്നത് എറണാകുളമാണ്, സംസ്ഥാനമായിട്ട് വരുന്നത് കേരളമാണ്. നെക്സ്റ്റ് നോക്കാം. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞല്ലേ വാസ്കോ ഡ ഗാമയുടെ കഥയും ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത് 47/23 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒന്നും എന്ത് ചെയ്തില്ല? ക്യാൻസൽ ചെയ്തിട്ടില്ല. നല്ല കാര്യം അല്ലെ. ക്യാൻസൽ ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയാൽ തന്നെ നമുക്ക് എന്താണ് നല്ല രീതിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഏത് വർഷമാണ്? നമുക്കറിയാം അല്ലെ. 1498 ആര് വരുന്നത്? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. 1498 ഏത് ദിവസം? മെയ് 20. എവിടെയാണ്? ചേമഞ്ചേരി, കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ കുറെ വർഷങ്ങളും നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചില്ലേ. ഏതൊക്കെയായിരുന്നു? 1498 ഇങ്ങോട്ടേക്ക് വന്നു. 99 എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചു പോകുന്നുണ്ട്. 1502 സെക്കൻഡ് വിസിറ്റ് വരുന്നുണ്ട്. 1524 തേർഡ് വിസിറ്റ് വരുന്നുണ്ട്. പിന്നെ 24 തന്നെ അദ്ദേഹം മരിക്കുന്നുണ്ട്. 39 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹം വന്ന കപ്പലിന്റെ പേരെന്തായിരുന്നു? കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ ആണ് ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയ കപ്പലിന്റെ പേരെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ 2 കപ്പലും കൂടി ഉണ്ടായിരുന്നു. സെന്റ് റാഫേലും ഉണ്ടായിരുന്നു, ദബാരിയോ എന്ന് പറയുന്ന മറ്റൊരു കപ്പലും കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വാസ്കോ ഡ ഗാമയുടെ ചരിത്രമൊക്കെ നമ്മൾ കുറെ പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്? ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഏതാണ്? അത് നമ്മുടെ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്? 1792 എന്ത് വരുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി വരുന്നത്. അതായത് ഈ പറയുന്ന 3ാം മൈസൂർ യുദ്ധമാണ്. ഏതാണ്? 3ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിക്കാറുണ്ട്. അതാണ് ഈ പറയുന്ന ശ്രീരംഗപട്ടണം. അതായത് കാരണം എന്തായിരുന്നു? ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണം. ടിപ്പു എന്ത് ചെയ്യുന്നുണ്ട്? തിരുവിതാംകൂറിനെ ആക്രമിക്കുന്നതാണ് ഈ പറയുന്ന യുദ്ധത്തിനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3ാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത് ശ്രീരംഗപട്ടണം ഉടമ്പടി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഓക്കെ,
ആരൊക്കെയായിരുന്നു ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്? അത് നമ്മുടെ ടിപ്പുവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോൺവാലിസ് പ്രഭു. ടിപ്പു എന്ന് പറയുന്ന മൈസൂർ ഭരണാധികാരിയും കോൺവാലിസ് ആരായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയുമായിരുന്നു കോൺവാലിസ് പ്രഭു. ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ സൈൻ ചെയ്യുന്നത്. അതിന്റെ നമുക്കൊരു ഈ ഉടമ്പടി പ്രകാരം ഏകദേശം 3 കോടി രൂപയാണ് ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ടിപ്പു തന്റെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ആൺമക്കളെയും ഇവർക്ക് ജാമ്യമായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. അതായത് എന്ത് പറയുന്നു? എന്നാണോ ഈ 3 കോടി രൂപ, അതായത് ഇന്നത്തെ കാലത്തല്ല, ഈ 1792 കാലഘട്ടങ്ങളിൽ ഈ 3 കോടി രൂപ എന്ന് നൽകുന്നു? അന്നാണ് ആ 2 മക്കളെയും വിട്ടു നൽകുന്നുള്ള ഒരു ജാമ്യ വ്യവസ്ഥയിൽ മക്കളെയും വിട്ടു നൽകുന്നുണ്ട്. ഇനി എന്താണ് മദ്രാസ് ഉടമ്പടി? അതായത് മദ്രാസ് ഉടമ്പടി എന്ന് പറയുന്നത് 1ാം മൈസൂർ യുദ്ധമാണ്. ഫസ്റ്റ് മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായത് ഏതാണ്? മദ്രാസ് ഉടമ്പടിയാണ്. ആരൊക്കെ തമ്മിലായിരുന്നു? അല്ലെ? ഹൈദരലിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു 1ാം മൈസൂർ യുദ്ധം. അത് അവസാനിക്കാൻ കാരണമായത് മദ്രാസ് ഉടമ്പടിയാണ്. 1ാം മൈസൂർ യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏത് വർഷമാണ്? 1769. ഇനി എന്താണ് മംഗലാപുരം ഉടമ്പടി എന്ന് പറഞ്ഞാൽ? അത് 1780-84 കാലഘട്ടത്തില് ഉണ്ടായ 2ാം മൈസൂർ യുദ്ധമാണ്. എന്താണ്? സെക്കൻഡ് മൈസൂർ വാർ ആണ്. 2ാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായത് മംഗലാപുരം ഉടമ്പടിയാണ്. ഓക്കെ, അതായത് അവിടെ ആരൊക്കെ തമ്മിലായിരുന്നു? ഹൈദരലിയും അതേപോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗും തമ്മിലായിരുന്നു 2ാം മൈസൂർ യുദ്ധം നടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷമാണ് അപ്പൊ 2ാം മൈസൂർ യുദ്ധം 1880-84 കാലഘട്ടത്തിലെ 82 ആകുമ്പോൾ ഈ ഹൈദരാലി മരിക്കുകയും ഹൈദരാലിയുടെ തലമുറയായിട്ട് പിന്നെ ആര് വരുന്നുണ്ട്? ടിപ്പു സുൽത്താൻ ആ യുദ്ധം അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് എന്ത് വരുന്നത്? 3ാം മൈസൂർ യുദ്ധമായിട്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഹൈദരാബാദ് ഉടമ്പടി? ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം 1948 അല്ലെ ലയനക്കരാർ അല്ലെ കുറെ നാട്ടുരാജ്യങ്ങളെ നമ്മുടെ കൂട്ടിച്ചേർത്തപ്പോ ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്ത ഉടമ്പടിയാണ് എന്ത്? ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഹൈദരാബാദ് നൈസാമും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം രൂപപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് എന്ത്? ഈ പറയുന്ന ഹൈദരാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ശ്രീരംഗപട്ടണം, അപ്പൊ ഇത് 3ഉം പഠിച്ചു വെക്കുക. മദ്രാസ് ഉടമ്പടി 1ാം മൈസൂർ യുദ്ധം 1769, മംഗലാപുരം ഉടമ്പടി 2ാം മൈസൂർ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി 3ാം മൈസൂർ യുദ്ധമാണ്. മലബാറിന്റെ അധികാരം ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറാൻ കാരണമായത് ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്കറിയാം അല്ലെ, കുറെ കൃതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് ദർശനമാല. ദർശനമാല ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ദൈവദശകം നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, ദൈവദശകം ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ശിവശതകം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞു, വേദാധികാര നിരൂപണമുണ്ട്, മോക്ഷപ്രദീപ ഖണ്ഡനമുണ്ട്, അതേപോലെ ക്രിസ്തുമത ചേതനമുണ്ട്, പ്രാചീന മലയാളമുണ്ട്. ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിക്ക് സമർപ്പിച്ചൊരു രചനയുണ്ട്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിക്ക്, ശ്രീനാരായണ ഗുരു ആർക്ക് നൽകിയത്? ചട്ടമ്പി സ്വാമിക്ക് നൽകിയ ഒരു കൃതിയാണ് എന്ത്? നവമഞ്ജരി. പഠിച്ചു വെച്ചോളണം, നവമഞ്ജരി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള ഗാന്ധി ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? അത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലെ. ഏതൊക്കെയാണ് വരുന്നത്? കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അല്ലെ ആര്? കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ KPCC ഇല്ലേ, KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. നെക്സ്റ്റ് നോക്കാം. 37/23 ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻ ആയിരുന്നു? ഒരെണ്ണമായിരുന്നു ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ അവിടെ ക്യാൻസൽഡ് ആണ്. ഓക്കെ, ഏതാണ് പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചന അല്ലെ? രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അല്ലെ, പ്രാചീന മലയാളത്തിന്റെ കാര്യമൊക്കെ. ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. വേദാധികാര നിരൂപണം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഇതെല്ലാം നമ്മൾ ക്രിസ്തുമത ചേതനം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മെയിൻ ആയിട്ട് ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിന്നെ നമ്മൾ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് കല്യാണദായിനി സഭയാണ്. കല്യാണദായിനി സഭ.
കുറെ സഭകൾ നമ്മൾ പഠിച്ചതല്ലേ. കല്യാണദായിനി സഭ എവിടെയാണ്? 1912 ഈ പറയുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പിന്നെ കൊച്ചിമ്പുലൈ മഹാസഭ നമ്മൾ പറഞ്ഞു, വാല സമുദായം, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ് നോക്കാം. കൊളച്ചൽ യുദ്ധം നടന്ന ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. ഏത് വർഷമാണ്? 1741 ഓഗസ്റ്റ് 10-നാണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു. ആ സമയത്തെ ആരെയായിരുന്നു പരാജയപ്പെടുത്തിയ? ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്ന ഡിലനോയ്. പിന്നീട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടതും ആരായിരുന്നു? നമ്മുടെ ഡിലനോയ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? അഖില കേരള, അത് നമ്മുടെ ഒറ്റപ്പാലത്തായിരുന്നു. 1921 ഏപ്രിൽ 23 മുതൽ എന്ന് വരെയാണ്? ഏപ്രിൽ 26 വരെ. ആരായിരുന്നു അധ്യക്ഷൻ? ടി പ്രകാശം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ടി പ്രകാശമാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരെണ്ണം പഠിക്കാനുള്ളത് മലബാർ ജില്ലാ കോൺഗ്രസ് ആണ്. അതൊന്ന് പഠിച്ചു വെക്കണം. മലബാർ ജില്ലാ കോൺഗ്രസ്, ഇത് പല പരീക്ഷകളിലും കയറി ചോദിക്കുന്നതാണ്. മലബാർ ജില്ലാ കോൺഗ്രസ് 5 സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. 16, 17, 18, 19, 20. ഈ 16-ൽ നടക്കുന്നത് എവിടെയാണ്? 16-ൽ പാലക്കാടാണ്. ഓക്കെ, ആരായിരുന്നു അധ്യക്ഷ എന്ന് പറയുന്നത്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. 17-ൽ നടന്നത് ആരാണ്? 17-ല് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ആരായിരുന്നു അധ്യക്ഷൻ? CP രാമസ്വാമി ആയിരുന്നു. CP രാമസ്വാമി. ഇനി 18-ലാണെങ്കിൽ എവിടെയാണ്? 18 തലശ്ശേരി. 18 തലശ്ശേരിയിലാണ്. ആരായിരുന്നു? ആസാദ് അലിഖാൻ ബഹദൂർ. ആസാദ് അലിഖാൻ. ഇനി 19-ലെ മലബാർ ജില്ലാ കോൺഗ്രസ് നടന്ന എവിടെയാണ്? വടകര സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് KP രാമൻ ആയിരുന്നു. 20-ലെ അധ്യക്ഷൻ, 20 എന്ന് പറയുന്നത് മഞ്ചേരി സമ്മേളനമാണ്. അതിന്റെ അധ്യക്ഷനാണ് കസ്തൂരി രംഗ അയ്യങ്കാർ. കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് പല തവണയും കയറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 16 പാലക്കാട് ആനി ബസന്റ്, 17 കോഴിക്കോട് CP രാമസ്വാമി, 18 തലശ്ശേരി ആസാദ് അലിഖാൻ, പിന്നെ ആരാണ്? 19 വടകര KP രാമൻ, 20 മഞ്ചേരി കസ്തൂരി രംഗ അയ്യർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആദ്യ കേരള ജ്യോതി അവാർഡ് 2022-ൽ നേടിയത് ആരാണ്? ആരായിരുന്നു? MT വാസുദേവൻ നായർ. MTയുടെ സകല ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കാര്യം അദ്ദേഹം അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇപ്രാവശ്യത്തെ അല്ലെ കേരള പുരസ്കാരം ആർക്കൊക്കെയാന്ന് നോക്കാം. 2025-ലെ കേരള ജ്യോതി ആർക്കാണ്? കറണ്ട് അഫെയർ ആണ്. 2025-ലെ കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവ വാര്യർ. ഏതാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്കാണ് കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ. ഇനി ജസ്റ്റ് നോക്കട്ടെ. 2022 നമ്മൾ പറഞ്ഞത് MT ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 2023-ൽ ആർക്കായിരുന്നു? അത് T പത്മനാഭനാണ്. പഠിച്ചു വെച്ചു. 2024-ല് MK സാനുവിനായിരുന്നു കേരള ജ്യോതി കിട്ടിയത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ 25-ൽ ആർക്കാണ്? അത് ഡോക്ടർ MR രാഘവ വാര്യർ. 22-ലെ MT, 22 MT, 23 T പത്മനാഭൻ, 24 MK സാനു, 25 ഡോക്ടർ MR രാഘവ വാര്യർ. അടുത്ത എന്താണ് നമുക്ക് നോക്കേണ്ടത്? കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് ആർക്കൊക്കെയാണ്? PB അനീഷിനും കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാജശ്രീ വാര്യർക്കും എന്ത് ലഭിക്കുന്നുണ്ട്? കേരള പ്രഭാ പുരസ്കാരം. ആർക്കൊക്കെയാണ്? PB അനീഷ് ഉണ്ട്, രാജശ്രീ വാര്യർ ഉണ്ട്. പിന്നെ ഉള്ളത് ഏതാണ്? കേരളശ്രീ പുരസ്കാരം. 3 പുരസ്കാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. പത്മ പുരസ്കാരങ്ങളുടെ നമ്മൾ പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന 3 പുരസ്കാരങ്ങൾ. കേരള ജ്യോതിയുണ്ട്, കേരള പ്രഭയുണ്ട്, പിന്നെ മൂന്നാമത്തെ വരുന്നതാണ് കേരളശ്രീ എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ്? ശശികുമാർ എന്തിനായിരുന്നു? മാധ്യമ പ്രവർത്തനം. TKM ട്രസ്റ്റ് ചെയർമാൻ ആരാണ്? ഷഹൽ ഹസൻ മുസലിയാർ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. അടുത്ത ഏതാണ്? MK വിമൽ ഗോവിന്ദ്, ഒരു സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. അഭിലാഷ് ടോമി കായികം, ജിലു മോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം എന്നിവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കേരള ശ്രീ പുരസ്കാരം. ആർക്കൊക്കെയാണ്? 1, അതേപോലെ തന്നെ 2, 3, 4, 5 വ്യക്തികൾക്ക്.
ഓക്കെ, 5 വ്യക്തികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കേരളശ്രീ പുരസ്കാരവും, 2 പേർക്ക് PB അനീഷിനും രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരവും, കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർക്കുമാണ് ലഭിച്ചത്. ഓക്കെ, 31/23 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് വേണ്ടത്. അതിൽ ശരിയാണ് അല്ലെ, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർക്ക് അവർക്ക് പിന്തുണയും നൽകി. ഓക്കെ, രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ അതേപോലെ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഒരു കാര്യമാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, ഭണ്ഡാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതും നമുക്ക് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന മണ്ഡപത്തും വാതുക്കൽ. ഓക്കെ, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. മണ്ഡപത്തും വാതുക്കൽ, അതേപോലെ തന്നെ എന്താണ് പകുതികൾ, വില്ലേജുകളെ എന്താണ് പകുതികൾ എന്ന് പറഞ്ഞുണ്ട് അല്ലെ? ഓക്കെ, ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ഇതും നമുക്കറിയാം ശരിയാണെന്ന്. 2, 3, 4 നമുക്ക് ബേസിക്കലി നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ എന്താണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ജനജീവിതത്തിൽ എന്താണ് പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 എന്താണ്? ശരിയാണ്. മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കണ്ടെഴുത്ത്. അത് ചോദിക്കാറുണ്ട്. കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകൾ. ഇവിടെയും 3 ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തെ സംയോജനമാണ് പറയുന്നത്. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനം കേരളം പ്രത്യേക പ്രവിശ്യ രൂപീകരണത്തിനുള്ള പ്രമേയം പാസാക്കി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം. 1928 എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ്. കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃച്ചൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരളം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? യുണൈറ്റഡ്, ആ ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് ഐക്യ കേരളവുമായിട്ട് ബന്ധപ്പെട്ട്. അനുകൂലമായി സംസാരിച്ചു. 49 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഓക്കെ ആണല്ലോ. 49 ജൂലൈ 1 അതും കറക്റ്റ് ആണ്. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായ തോവാള, അഗതീശ്വരം, കൽക്കുളം, വിളവങ്കോട് ഈ 4 പേര് പഠിച്ചു വെക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? തോവാളയുണ്ട്, അഗതീശ്വരമുണ്ട്, കൽക്കുളമുണ്ട്, വിളവങ്കോടുണ്ട്. ഈ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉള്ള വ്യത്യാസം എന്താണ്? എന്നിവ കേരള സംസ്ഥാനത്തോട് ഉൾപ്പെടുത്തിയെന്നാണ് ഇവർ പറയുന്നത്. ആണോ? അല്ല. എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിട്ടുകൊടുക്കുവാണ് അല്ലെ? എന്നിവ മദിരാശി സംസ്ഥാനത്തിന് നമ്മൾ വിട്ടുകൊടുക്കുവാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? മദിരാശിക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തോട് കൂട്ടിച്ചേർക്കുന്ന കർണാടകയുടെ ഭാഗങ്ങളായ കാസർഗോഡും ഹോസ്ദുർഗും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് കൂട്ടിയെടുക്കുവാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇവിടെ ഇത് 3ഉം എന്താണ്? ശരിയാണ്. 1, 2, 3 ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. നമ്മൾ എന്താണ്? സംസ്ഥാന പുനഃസംഘടന വന്നപ്പോ കേരളത്തിൽ നിന്ന് വിട്ടുകൊടുത്ത സ്ഥലങ്ങളുടെ പേരാണ് തോവാളയുണ്ട്, അഗതീശ്വരമുണ്ട്, കൽക്കുളമുണ്ട്, വിളവങ്കോടുണ്ട്. ഓക്കെ ആണല്ലോ. ഐക്യ കേരള പ്രതിജ്ഞ ആരാണ് എഴുതിയത്? ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട ഐക്യ കേരള പ്രതിജ്ഞ നടത്തിയത് NV കൃഷ്ണവാര്യർ ആണ്. പ്രതിജ്ഞ എന്ത് ചെയ്യുന്നത്? എഴുതിയത് NV കൃഷ്ണവാര്യർ. ഓക്കെ, ആരാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്? ഐക്യ കേരള തമ്പുരാനാണ് കേരളവർമ്മ. കണ്ട, കൊച്ചി മഹാരാജാവ് കേരളവർമ്മയല്ലേ ഐക്യ കേരളത്തിന് അനുകൂലമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്? ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ തമ്പുരാനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്നാണ് കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത്? 49 ജൂലൈ 1 പഠിച്ചു വെച്ചോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി
മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഇത് ആ സമയത്ത് കാര്യം നമ്മൾ ഓൾറെഡി ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പേര് നമ്മൾ ജസ്റ്റ് പഠിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അദ്ദേഹത്തെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചത്. അപ്പൊ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചെർപ്പളശ്ശേരിയാണ്. എവിടെ? ചെർപ്പളശ്ശേരി. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു അനുഭാവിയായിരുന്നു ആര്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഖിലാഫത്ത് സ്മരണകൾ. ഏതാണ്? ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം ആരുടേതാണ്? പുസ്തകം രചിച്ചത് ആരാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതാരാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഖിലാഫത്ത് സ്മരണകളും പഠിക്കുന്നുണ്ട്, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, അതാണ് നമ്മൾ പഠിക്കാറുള്ളത്. പക്ഷെ അത്തവണ ചോദിച്ചത് അദ്ദേഹത്തിന്റെ എവിടെയാണ് ജനിച്ചതെന്നായിരുന്നു. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അംഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രിൻ. ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാതിരുന്നത്? അത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാൻ. ഓക്കെ, എന്താണ്, നമുക്ക് ആരൊക്കെയായിരുന്നു? നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ 17 ആരാണ്? വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 17 വനിതകളിൽ അതിൽ 3 പേരെന്തായിരുന്നു? സോറി, 17 വനിതകളല്ല, 17 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. വനിതകളല്ല കേട്ടോ, 17 മലയാളികൾ ഉണ്ടായിരുന്നതിൽ 3 വനിതകളായിരുന്നു. ഓക്കെ, 3 വനിതകളായിരുന്നു. അതിൽ ആനി മസ്ക്രിനെ എന്തിനെ പ്രതിനിധീകരിച്ചായിരുന്നു? ആനി മസ്ക്രിൻ എവിടെയായിരുന്നു? തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് തിരുവിതാംകൂർ ആനി മസ്ക്രിൻ ആയിരുന്നു. അമ്മു സ്വാമിനാഥൻ എന്തിനെയായിരുന്നു? മദ്രാസിനെ പ്രതിനിധീകരിച്ചായിരുന്നു അമ്മു സ്വാമിനാഥൻ വന്നത്. ദാക്ഷായണി വേലായുധനും എന്താണ്? മദ്രാസിനെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് ബീഗം ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ അല്ല, ബീഗം ഹസ്രത്ത് മഹൽ ആരാണ്? നമ്മൾ 1857 റിപ്പോർട്ടിൽ പഠിക്കുന്നത് ബീഗം ഐസ്വാസ് റസൂൾ. ആരാണ്? അതായത് ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസ്വാസ് റസൂൽ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ദാക്ഷായണി വേലായുധന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിത ചോദിച്ചാൽ ആരാണ്? ദാക്ഷായണി വേലായുധനാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മൊത്തം 17 മലയാളികളിൽ 3 വനിതകൾ ഉണ്ടായിരുന്നു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെ പ്രതിനിധീകരിച്ചും ആനി മസ്ക്രിൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1663 കൊച്ചി പിടിച്ചിറക്കിയ വിദേശി ആരാണ്? കൊച്ചി പിടിച്ചിറക്കിയത് 1663 ഡച്ചുകാരായിരുന്നു. പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചി പിടിച്ചെടുത്താണ് പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് ആര് തുരത്തുന്നത്? ഡച്ചുകാരെ തുരത്തുന്നത്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടുള്ള കേട്ടോ, പഠിച്ചു വെക്കണേ. അപ്പൊ ഏതായിരുന്നു? 1663 കൊച്ചി പിടിച്ചിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ഡച്ചുകാരാണ്. നെക്സ്റ്റ് നോക്കാം. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് ആരാണെന്ന്? ആരാണ് ഗാന്ധിജിയെ കണ്ടത്? അത് TK മാധവനാണ്. ഓക്കെ, എവിടെ വെച്ചിട്ട്? 1921 തിരുനെൽവേലിയിൽ വെച്ചിട്ട്. നമുക്കറിയാം ഗാന്ധിജി 5 തവണയാണ് എവിടെ വന്നിരിക്കുന്നത്? കേരളത്തിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് വർഷം? 1920, 19, 20 ഉണ്ട്, 20, 25, 27, 34, 37. ഇതാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. 20, 25, 27, 34, 37. 20 എന്തിനാണ് വന്നത്? 20 നമ്മുടെ ആദ്യത്തെ കേരള സന്ദർശനം. എന്തായിട്ട്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലെ. രണ്ടാമത് വരുന്നത് നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അടുത്ത മൂന്നാമത്തെ വരവെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ദക്ഷിണേന്ത്യൻ പര്യടനം. അടുത്തത് വന്നത് എന്തായിരുന്നു? 34 എന്ത് വരുന്നത്? ഹരിജൻ ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 37 എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരം. അങ്ങനെ 5 തവണയാണ് ഗാന്ധിജി നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായിട്ട് തെറ്റെന്ന് പറയുന്നത്? ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 127/22 ആണ്. ഓക്കെ, 127/22 ഈ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമുക്ക് തെറ്റാണ് വേണ്ടത് അല്ലെ.
KP കേശവമേനോൻ ഹോം റൂൾ ലീഗിന്റെ നേതാവായിരുന്നു. ഹോം റൂൾ ലീഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? KP കേശവമേനോൻ. നമ്മൾ പഠിക്കുന്നുണ്ട്, ശരിയാണ്. 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. ഓക്കെ, ഇതോടൊക്കെ പെൻഡിങ് നിർത്താം. മന്നത്ത് കൃഷ്ണൻ നായർ ആയിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് മൂന്നും എന്താണ്? ശരിയാണ്. ഇതാണ് തെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലെ. KP കേശവമേനോന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് പറയാനുള്ളത് അല്ലെ? ഹോം റൂൾ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരെ? KP കേശവമേനോൻ. അതായത് മലബാറിലെ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? KP കേശവമേനോൻ. എന്താണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ മൊത്തത്തിലെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു ഇന്ത്യയിൽ വരുന്നത്? അത് നമ്മുടെ ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ് ഹോം റൂളിലെ, അതായത് ഇന്ത്യയിൽ രൂപീകൃതമായ ഹോം റൂൾ ലീഗിന്റെ നേതാക്കൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? അത് ആനി ബസന്റും ബാലഗംഗാധര തിലകനുമാണ്. പക്ഷേ മലബാറിൽ ഹോം റൂൾ ലീഗിന്റെ നേതാവ് ചോദിച്ചാൽ അതാരാണ്? അത് നമ്മുടെ KP കേശവമേനോനാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണല്ലോ. നെക്സ്റ്റ് പറയുന്നത് 34. ഇവിടെയാണ് തെറ്റെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചോ. ഈ പറയുന്ന 34 തെരഞ്ഞെടുപ്പൊക്കെ നടന്നു. ഓക്കെ, ശരിയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ആണ് അല്ലെ മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു എന്നാ പറയുന്നത്. അങ്ങനെയല്ല വന്നത്, അദ്ദേഹത്തെയാണ് പരാജയപ്പെടുത്തിയത്. 34 ഈ കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അബ്ദുൾ സത്താർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആരാണ്? അബ്ദുൾ സത്താർ ആണ് അവിടെ ജയിക്കുന്നത്. അബ്ദുൾ സത്താർ എന്ന വ്യക്തി ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുറഹിമാനെ തോൽപ്പിക്കുകയാണുള്ളത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇനി ഈ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലമീൻ പത്രം. അല്ലമീൻ പത്രം ആരുടെ എന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ്. അതേപോലെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ്. ഓക്കെ, ഇനി മന്നത്ത് കൃഷ്ണൻ നായർ കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ്. പഠിച്ചു വെച്ചോളണേ. അതായത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പോന്നിട്ട് ഏത് പാർട്ടി? ജസ്റ്റിസ് പാർട്ടിയിൽ അംഗമായ ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ പറയുന്ന മന്നത്ത് കൃഷ്ണൻ നായർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പിന്നെ പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്? 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഈ ഒരു പേര് പഠിച്ചു വെക്കണം. അപ്പൊ എന്തൊക്കെയാ പഠിക്കേണ്ടത്? കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? മന്നത്ത് കൃഷ്ണൻ നായർ. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JM സെൻഗുപ്ത. ഹോം റൂൾ ലീഗിന് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു KP കേശവമേനോൻ. അല്ലമീൻ പത്രം ആരുടേതാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റുള്ളത്? തെറ്റാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ തന്നിരിക്കുന്നതിൽ തെറ്റ് ഏതെന്ന് കണ്ടുപിടിക്കണം. അയ്യാ വൈകുണ്ഠ ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണ്. അയ്യാ വൈകുണ്ഠ സ്വാമിയാണ് എന്ത് ചെയ്ത് നടത്തുന്നത്? കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. മദ്രാസ് ഗവർണർ ചാൾസ് ട്രെവല്യൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു. അതും എന്താണ്? ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അതും ശരിയാണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു എന്നുള്ളതാണ് എന്ത്? ചരിത്രപരമായിട്ട് തെറ്റെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചോ, ഈ പറയുന്ന മദ്രാസ് ഗവർണറുടെ ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചാൾസ് ട്രെവല്യൻ. ആ ഒരു പേര് പഠിച്ചു വെച്ചേക്കണേ. ഏതാണ്? മേൽവസ്ത്രം അല്ലെ. മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊടുക്കാനായിട്ട് ആരാണ് അവകാശം കൊടുത്തത്? ആരാണ്? 1859 ഏത് രാജാവായിരുന്നു? ഉത്രം തിരുനാൾ. ഉത്രം തിരുനാൾ ആണ് എന്ത് ചെയ്യുന്നത്? മേൽമറക്കാനുള്ള ആ ഒരു അവകാശം കൊടുക്കുന്നത്. അതിന് പ്രേരിപ്പിച്ച വ്യക്തിയാണ് ആര്? മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രെവല്യൻ. ഓക്കെ ആണല്ലോ. 1859. ഇനി അയ്യാ വൈകുണ്ഠസ്വാമിയുടെ നമുക്കറിയാം അല്ലെ, കണ്ണാടി പ്രതിഷ്ഠ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഏതാണ്? അതായത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് നമ്മൾ വൈകുണ്ഠസ്വാമിയുടെ പഠിക്കുന്നത്. അപ്പൊ എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തിയാണ് ആര്? അയ്യാ വൈകുണ്ഠസ്വാമി. പണ്ഡിറ്റ് കറുപ്പിനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഏത് വർഷം? 1925 1925. ഇനി സഹോദരൻ അയ്യപ്പനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ. അയ്യപ്പൻ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, യുക്തിവാദി മാസിക. സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ഒരു മാസികയാണ് എന്ത്? യുക്തിവാദി മാസിക.
ഓക്കെ, ഏത് വർഷമാണ്? 1928. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താണ് ഒരു പത്രം ഉണ്ടായിരുന്നു. ഏതാണ് അത്? ആ പത്രത്തിന്റെ പേരാണ് എന്ത്? വേലക്കാരൻ. എന്താണ്? വേലക്കാരൻ. അതായത് ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? ഈ പറയുന്ന പത്രം. എന്താണ് പത്രത്തിന്റെ പേര്? വേലക്കാരൻ. അപ്പൊ വേലക്കാരൻ പത്രം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അതേപോലെ നമ്മൾ പറയത്തില്ലേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ആരാണ്? ശ്രീനാരായണ ഗുരു. അതേപോലെ ജാതി വേണ്ട, മതം വേണ്ട, വേണ്ട 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 എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. എനിക്ക് അതിന്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പറയുന്ന അംബരീഷ ചരിതം എഴുതിയ വ്യക്തി ആരെന്ന് ചോദിക്കാം, പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രാമവർമ്മ പരിഷിത്ത് തമ്പുരാനാണ് എന്ത് വരുന്നത്? അംബരീക്ഷ ചരിതം വരുന്നത്. രാമവർമ്മ പരിഷിത്ത് അംബരീക്ഷ ചരിതം. മാനവ വിക്രമ ഏട്ടൻ തമ്പുരാനാണ് എന്ത് വരുന്നത്? ലക്ഷ്മി കല്യാണം. ലക്ഷ്മി കല്യാണം ആരുടേതാണ്? മാനവ വിക്രമ ഏട്ടൻ തമ്പുരാൻ. KS ലക്ഷ്മണ പണിക്കരുടേതാണ് പണത്തിന്റെ കഥ. എളുപ്പമുണ്ട് അല്ലെ? പണിക്കർ പണത്തിന്റെ കഥ. KS ലക്ഷ്മണ പണിക്കർ പണത്തിന്റെ കഥ. കേശവ പിള്ളയുടേത് എന്താണ്? പ്രത്യക്ഷ ശരീരം. ഈ 4 പേരും എന്ത് ചെയ്യുക, നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുക. രാമവർമ്മ പരിഷിത്ത് തമ്പുരാൻ അംബരീക്ഷ ചരിതം, മാനവ വിക്രമ ഏട്ടൻ തമ്പുരാൻ ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ എന്താണ്? പണത്തിന്റെ കഥ, കേശവപിള്ള പ്രത്യക്ഷ ശരീരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, ശ്രീ വിദ്യാഭൂഷണി, KP കറുപ്പൻ. ഇനി എന്താണ് നമുക്കിവിടെ ചേരുംപടി ചേർക്കാനാണ് അല്ലേ വേണ്ടത്? നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരു എന്താണ്? ദൈവദശകമാണെന്ന് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. 2D ആണെന്ന്. സോ 2D ഉള്ളത് മാത്രം അങ്ങ് നിർത്തിക്കേ. ദേ ക്യാൻസൽ ആയി പോയി. ബാക്കി ഒന്നും നിങ്ങൾ നോക്കേണ്ട. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏറ്റവും നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ പഠിച്ചു വെച്ചോ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ശ്രീ വിദ്യാഭൂഷണി. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ശ്രീ വിദ്യാഭൂഷണി ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ശ്രീനാരായണ ഗുരു ദൈവദശകം ചട്ടമ്പി സ്വാമികളുടേതാണ്. ഏതെന്ന് പറയുന്നത്? അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടേതാണ്. KP കറുപ്പന്റേതാണ് ആചാരഭൂഷണം. അപ്പൊ പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെയാണ്? ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പണ്ഡിറ്റ് KP കറുപ്പൻ ഏതൊക്കെയാണ്? ഇപ്പൊ പറയുന്നു ആചാരഭൂഷണം പറഞ്ഞു അല്ലെ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു കൃതിയാണ് എന്ത്? ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ജാതിക്കുമ്മി, ഇതും ചോദിക്കുന്നതാണ് മിക്കപ്പോഴും. ജാതിക്കുമ്മി ആരുടേതാണ്? ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ. ഉദ്യാന വിരുന്ന് KP കറുപ്പന്റേതാണ്. ബാലകലേശം ഇതൊക്കെ ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ലങ്കാമർദ്ദനം, ആചാരഭൂഷണം, ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, ബാലകലേശം. നെക്സ്റ്റ് നമുക്ക് ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് കുറെയൊക്കെ അറിയാം അല്ലെ. ശ്രീനാരായണ ഗുരു നോക്കിയാലോ. ശ്രീനാരായണ ഗുരു ഏതൊക്കെയാണ്? ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ തന്നെ നമുക്ക് ദൈവദശകം പറയാം. ദൈവദശകമുണ്ട്, ശിവശതകമുണ്ട്. ശിവശതകം. പിന്നെ ഏതാണുള്ളത്? നവമഞ്ജരി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു അല്ലെ നവമഞ്ജരിയെ പറ്റി. നവമഞ്ജരി ഉണ്ട്. ആത്മോപദേശ ശതകമുണ്ട്. ദർശനമാലയുണ്ട്. ദർശനമാല. ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുദേവന്റേതാണ്. നെക്സ്റ്റ് ആരാണ്? ചട്ടമ്പി സ്വാമി അല്ലെ. ചട്ടമ്പി സ്വാമിയുടെ നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. പ്രാചീന മലയാളം, പിന്നെ വേദാധികാര നിരൂപണം, എന്താണ് ശൂദ്രന്മാർക്കും വേദം പഠിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയതാണ് എന്ത്? മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ഏതാണ് വരുന്നത്? മോക്ഷപ്രദീപ ഖണ്ഡനം, ആദിഭാഷ. ഇതെല്ലാം ആരുടേതാണ്? ചട്ടമ്പി സ്വാമിയുടേതാണ്. ഇനി ആരാണുള്ളത്? ബ്രഹ്മാനന്ദ ശിവയോഗി ഉണ്ട് അല്ലെ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ഒരെണ്ണം. ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്. മോക്ഷപ്രദീപ ഖണ്ഡനം ചോദിച്ചാൽ അത് ആരുടേതാണ്? ചട്ടമ്പി സ്വാമി. തിരിഞ്ഞു പോകരുത്. പിന്നെ ഏതാണ് വരുന്നത്? ശിവയോഗ വിലാസം. ഇതൊക്കെ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്.
ഓക്കെ, അപ്പൊ കുറച്ച് കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടോ, ഇതേപോലെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയാൻ പറ്റണം. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറിച്യൽ ലഹള ഏതാണ് വർഷം? കുറിച്യൽ ലഹളയുടെ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 1812 കുറിച്യൽ ലഹള എന്ന് പറയുന്നത്. ഇനി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ, 1792. മൂന്നാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഏതാണ്? ആറ്റിങ്ങൽ ലഹള എന്നാണ്? 1721 ആറ്റിങ്ങൽ ലഹള നടക്കുന്നത്. വേലുത്തമ്പിയുടെ മരിക്കുന്ന എന്നാണ്? 1809 വേലുത്തമ്പി മരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കാലഗണനാക്രമത്തിൽ എഴുതണം. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്? ആറ്റിങ്ങൽ ലഹള. രണ്ടാദ്യം വന്നം. സോ ഇതെല്ലാം അങ്ങ് വെട്ടിക്കൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ് ആറ്റിങ്ങൽ ലഹള എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ ലഹളയും, ആദ്യത്തെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങുമാണ്. ആ സമയത്ത് ആരായിരുന്നു വേണാട്ടിലെ ഭരണാധികാരി എന്ന് പറയുന്നത്? ആദിത്യവർമ്മയാണ്. 1721 ഏത് ദിവസം? ഏപ്രിൽ 15. അതാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതേസമയം എന്താണ് അല്ലെ, വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിക്കാറുണ്ട്, ഗിഫോർഡ് എന്ന് പറയും കേട്ടോ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആറ്റിങ്ങൽ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറഞ്ഞാണ്. 1792 മൂന്നാം മൈസൂർ വാർ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് എന്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. കുറിച്യൽ ലഹളയും നമ്മൾ പറഞ്ഞു. വേലുത്തമ്പി ദളവയുടെ എവിടെയാണ് അദ്ദേഹത്തെ ജീവത്യാഗം ചെയ്യുന്നത്? മണ്ണടി. എവിടെയാണ്? പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ്. ഓക്കെ. വേലുത്തമ്പി ദളവ മ്യൂസിയം എവിടെയാണ്? ആ മ്യൂസിയം ഈ പറയുന്ന മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ വേലുത്തമ്പിയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് നേപ്പിയർ മ്യൂസിയം ആണ്. നേപ്പിയർ മ്യൂസിയം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ. വേലുത്തമ്പി ദളവയുടെ പ്രതിമയുണ്ടല്ലോ, പ്രതിമ അതെവിടെയാണ്? അത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലഘട്ടത്താണ്? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വരുന്നത്. ഓക്കെ. ഏത് വർഷമാണ്? 1937 നടക്കുന്നത്. എന്ത്? തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അഥവാ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി വരുന്നത്. അതേപോലെ തന്നെ 1939 സ്വാതി തിരുനാൾ സംഗീത കോളേജ് വരുന്ന ആരുടെ കാലഘട്ടത്താണ്? ചിത്തിര തിരുനാളിൻ്റെതാണ്. റേഡിയോ സ്റ്റേഷൻ വരുന്നത് എവിടെയാണ്? ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്താണ്. 1936 എന്താണ്? നമ്മുടെ PSC അല്ലെ, PSC എന്ന് പറയുന്നത് ഏത് PSC? തിരുവിതാംകൂർ PSC, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ വരുന്നത് 1936 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്താണ്. പഠിച്ചു വെക്കണം. ഓക്കെ. ഇദ്ദേഹമാണ് വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ്. എന്താണ്? വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതേപോലെ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ആരാണ്? ഈ പറയുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓക്കെ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫാക്ട്സ് ഉണ്ട്. ഇത് തിരുവിതാംകൂർ ചരിത്രം എന്ന് നമുക്ക് മാർത്താണ്ഡ വർമ്മ മുതൽ ചിത്തിര തിരുനാൾ വരെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആരുടേതാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നെക്സ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഇവിടെ തന്നിരിക്കുന്നതിൽ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായിട്ടല്ല, അവർ പരസ്യമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വിമർശിച്ചുകൊണ്ടിരുന്നത്. അവർ ഏറ്റവും കൂടുതൽ ചെയ്തതും ഈ പറയുന്ന ജാതി വ്യവസ്ഥയെ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്? വിമർശിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പല ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പല നവോത്ഥാന നായകന്മാരും ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടിരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അല്ലെ. അപ്പോൾ ഇവിടെ ആൻസർ തന്നിരിക്കുന്നത് 1ഉം 2ഉമായിരുന്നു. നെക്സ്റ്റ് നോക്കാം. അഭിനവ ഭാരത യുവക് സംഘം ആരുടേതാണ്? പഠിച്ചു വെച്ചോ. അത് AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പു, VV കുഞ്ഞമ്പു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവില്ലേ. AV കുഞ്ഞമ്പു ആണ് അഭിനവ ഭാരത യുവക് സംഘം ആരംഭിക്കുന്നത്. ഏത് വർഷമാണ്?
1934 ഏപ്രിൽ 13 ഈ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. അതിന്റെ ഒരു എന്താണ് പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആര്, കെ കൃഷ്ണവാര്യർ എന്ന് പറയുന്നത്. കരിവെള്ളൂർ കർഷക സംഘം രൂപീകരിക്കുന്നതിന്, കരിവെള്ളൂർ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്, AV കുഞ്ഞമ്പു, VV കുഞ്ഞമ്പു പാട്ട്, കുറെ കൃതികളൊക്കെ. അതേപോലെ തന്നെ പറയുന്നതാണ് കരിവെള്ളൂർ കർഷക സംഘം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരു സംഘടനയായിരുന്നു എന്ത്, ഈ പറയുന്ന അഭിനവ ഭാരത യുവക് സംഘം. ആരാണ്? AV കുഞ്ഞമ്പു, അഭിനവ ഭാരത യുവക് സംഘം. ഓക്കെ, എന്തിന്റെ മാതൃകയിലായിരുന്നു? നൗജവാൻ ഭാരത് സഭയിലെ നമ്മുടെ ഭഗത് സിംഗിന്റെ ആ ഒരു മാതൃകയിലാണ്, ആ ഒരു വിപ്ലവ സംഘടനയുടെ മാതൃകയിൽ സ്ഥാപിച്ചതാണ് എന്ത്, അഭിനവ ഭാരത യുവക് സംഘം. AV കുഞ്ഞമ്പു. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് നോക്കാം. 1930-കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC എന്താണ്? കൊച്ചുകുട്ടിയമ്മ. ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി. നോക്കിക്കേ, മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആരാണ്? TC കൊച്ചുകുട്ടിയമ്മ. നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല, ഞാൻ ഫാക്ട്സ് ഒന്നും നോക്കിയിട്ട് അങ്ങനെ കണ്ടില്ല. നെക്സ്റ്റ് എന്താണ്? ചാലപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമരം ജയലക്ഷ്മിയാണ്. ക്ഷേത്രപ്രവേശന പരിപാടിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? PM കമലാവതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കുക. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു പതിവ് കണക്ക് അഥവാ കണ്ടെടുത്ത ആരാണ്? മാർത്താണ്ഡവർമ്മ. ശരിയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്. തിളച്ചെണ്ണ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മി ബായിയുടെ ഭരണകാലത്താണ് ദേവദാസി സമ്പ്രദായം. ഇതും ശരിയാണ്. ദേവദാസി സേതുലക്ഷ്മി. ആരാണ്? ദേവദാസി സേതുലക്ഷ്മിയാണ്. അപ്പൊ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതുലക്ഷ്മി ബായി ആണ്. സേതുലക്ഷ്മി ബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത്. തെറ്റാണ്. അടിമത്തം ആരുടെ കാലഘട്ടത്താണ്? അത് റാണിയാണ്. റാണി ഗൗരി ലക്ഷ്മി ബായിയുടെ കാലഘട്ടത്താണ് അടിമത്തം നിർത്തലാക്കുന്നത്. അപ്പൊ കണ്ടെടുത്ത അഥവാ ഭൂസർവേ ഒക്കെ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയും നിർത്തലാക്കിയത് സ്വാതി തിരുനാളുമാണ്. തിരിഞ്ഞു പോകരുതേ. ഒപ്പുവെച്ച സമയത്ത് ആരാണ്? ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, അത് ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, അത് നിർത്തലാക്കിയത് സ്വാതി തിരുനാള്. 3 പേരുടെ പേരും പഠിക്കണം. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, നിർത്തലാക്കിയത് സ്വാതി തിരുനാള്. ആരൊക്കെയാണ്? മാർത്താണ്ഡൻ, കാർത്തിക, സ്വാതി. 3ഉം പഠിച്ചു വെക്കണം. ഓക്കെ, മൃഗബലി നിരോധിച്ചത് ആരാണ്? മൃഗബലി നിരോധനം റാണി സേതുലക്ഷ്മി ബായി ആണ്. റാണി സേതുലക്ഷ്മി ബായി. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? ദേവദാസി സമ്പ്രദായം സേതുലക്ഷ്മി, മൃഗബലി സേതുലക്ഷ്മി. ഓക്കെ, സെൻസസ് നടത്തിയ ക്രമീകൃത സെൻസസ് ആരാണ്? ക്രമീകൃത സെൻസസ്. സെൻസസും ഉണ്ട്, ക്രമീകൃത സെൻസസും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻസസ് നടപ്പിലാക്കിയത് സ്വാതി തിരുനാളും ക്രമീകൃത സെൻസസ് നടപ്പിലാക്കിയത് ആയില്യം തിരുനാളുമാണ്. ആയില്യം തിരുനാൾ. ഓക്കെ, അതേപോലെ ഇംഗ്ലീഷ് സ്കൂൾ ആരാണ് കൊണ്ടുവന്നത്? അത് സ്വാതി തിരുനാളാണ്. ഇംഗ്ലീഷ് സ്കൂൾ ഇതൊക്കെ പഠിക്കേണ്ടതാണ്. പതിവ് കണക്ക് മാർത്താണ്ഡവർമ്മ, കണ്ടെടുത്ത ഭൂസർവേ ഒക്കെ മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ, ഒപ്പുവെച്ചത് കാർത്തിക തിരുനാള്, നിർത്തലാക്കിയത് സ്വാതി തിരുനാള്. സേതുലക്ഷ്മി ദേവദാസി സേതുലക്ഷ്മി അല്ലെ. അതേപോലെ തന്നെ മൃഗബലി സേതുലക്ഷ്മിയാണ്. അടിമത്തം ആരാണ്? അടിമത്തം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. സെൻസസ് തുടങ്ങിയത് സ്വാതി തിരുനാളും ക്രമീകൃത സെൻസസ് ആണെങ്കിൽ അത് ആയില്യം തിരുനാളുമാണ്. ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയത് ആരാണ്? സ്വാതി തിരുനാളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? KP വള്ളോൻ പുലയ മഹാസഭ ശരിയാണ്. അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ് ശരിയാണ്. CP അച്യുതമേനോൻ വിദ്യാവിനോദിനി അതും ശരിയാണ്. TK മാധവൻ ധന്വന്തരി ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ ഓരോന്നൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ? KP വള്ളോന്റെ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതാണ്? പുലയ മഹാസഭ ശരിയാണ് അല്ലെ. ഏതാണ്? അതേപോലെ KP വള്ളോനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വള്ളോൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വർഷം? 1931-ലും 1939-ലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആ ഒരു അസംബ്ലിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്.
ഓക്കെ. ഇനി ടി കെ മാധവൻ ധന്വന്തരി ഇല്ല, ടി കെ മാധവൻ കൊണ്ടുവന്നൊരു സംഘടനയാണ് എന്ത്, ഈഴവ സമാജം. ഈഴവ സമാജം. അതേപോലെ തന്നെ 1915 അദ്ദേഹം കൊല്ലത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ് എന്തെന്ന് പറയുന്നത്, ദേശാഭിമാനി. ദേശാഭിമാനി പത്രം അദ്ദേഹം ടി കെ മാധവൻ കൊല്ലത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വിദ്യാവിനോദിനി പറഞ്ഞില്ലല്ലോ. വിദ്യാവിനോദിനി ആരാണ്? സി പി അച്യുതമേനോനാണ്. ഇദ്ദേഹമാണ്, ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചോ, കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. അത് ആരാണ്? സി പി അച്യുതമേനോൻ. കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാണ് സി പി അച്യുതമേനോൻ എന്ന് പറയുന്ന വ്യക്തി. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, തീർന്നു കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ഇത്രയും 13 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സകല ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാര്യം ചിലതിൻ്റെ ഫാക്ട്സ് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല വായിച്ച് നോക്കിയിട്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് തെറ്റു പഠിപ്പിച്ച് തരണ്ടല്ലോ. ഇതാകുമ്പോൾ നമുക്കറിയാം പി എസ് സിയുടെ ആൻസർ ഇതാണെന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ അടുത്തത് ഏത് വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.